ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലമായി ഒരു ഫുള്ള് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട്. കുറേ ദിവസമായി ഞാനിങ്ങനെ ഫുള്ള് വീഡിയോ ഒന്നും ഇടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് ഇട്ടിട്ട് പോകും. പിന്നെ സബ്സ്ക്രൈബർ വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പിന്നെ ഭയങ്കര ഒരാഗ്രഹം യൂട്യൂബിൽ വീഡിയോ ഇടാൻ. പിന്നെ പണ്ട് എനിക്കില്ലേ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം. ഞാൻ പൊതുവേ ഫോട്ടോ എടുക്കുന്ന ആൾ, വീഡിയോ എടുക്കുന്ന ഇങ്ങനെ എന്ത് കിട്ടും കഴിഞ്ഞാൽ അപ്പോൾ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്ന ആൾ. പിന്നെ എനിക്ക് യൂട്യൂബിൽ ഇടണോ എന്നല്ല വിചാരിക്കും. പിന്നെ എന്തോ ഒരു ചമ്മൽ പോലെയാണ്. ഇപ്പം പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ട്. അപ്പം ഇന്നില്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. എന്തെല്ലോ ഉണ്ടാക്കാനുണ്ട്. ഇന്നില്ലേ കുറേ ബിരുന്നുറെല്ലാം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ മഞ്ഞ ചപ്പലൻ്റെ അപ്പം ഉണ്ടാക്കാണ്ട്, മന്തി ഉണ്ടാക്കാണ്ട്, പിന്നെ കുറച്ച് എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കാണ്ട്. അങ്ങനെ ഇപ്പം തേങ്ങ ഒലിക്കുന്നുള്ളത്. പിന്നെ മഞ്ഞ ചപ്പലിൻ്റെ അപ്പത്തിന് പണ്ടുണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മീൻ കറിക്ക് ഇടാൻ വേണ്ടിയിട്ട് കറിച്ചപ്പല കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ ഇടുന്ന കറിച്ചപ്പലെല്ലാം ഉണ്ടായി. അങ്ങനെ അതിനെല്ലാം കൊടുത്തിട്ട് മീൻ കറിക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വെച്ചിനാവാം. ഇന്ന് എല്ലാവരും ഉണ്ട്, അനിയത്തിമാരെല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരു പണിയുണ്ട്. ഇന്ന് പണി തന്നെ, ഫുള്ള് പണി തന്നെ. ചിലങ്ങ് വിരുന്നറെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ, ഫുള്ള് തിരക്കും പണിയും അങ്ങനെ എല്ലാം ആയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഉമ്മക്കിന്ന് കഴിയുന്നില്ല, ചെറുങ്ങനെ ഒരു പനി പോലെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഇന്ന് കുറച്ച് പണ്ടെല്ലാം ആക്കിയിട്ടില്ല. ഞാൻ ആ പണിക്കില്ല, അത് ഉമ്മ എടുക്കുന്ന പണിയാണ്. അങ്ങനെ ഇന്ന് എനിക്കത് കിട്ടില്ല. ഇതില്ലേ റോളാക്കാൻ വേണ്ടിയിട്ട് ഷീട്ടാക്കുന്നുള്ള. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിന് മഞ്ഞ ചപ്പല പറിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചപ്പല പറിക്കാൻ വേണ്ടിയിട്ട് ഇടന്നപ്പോൾ കുറച്ച് അടുത്തിപ്പുറമുള്ളത്. അങ്ങനെ ഉമ്മ എല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചിലത് പുതു തിന്നിട്ടുണ്ട്, ചിലത് ഓക്കെ. അങ്ങനെ അതെല്ലാം പറിച്ച് വന്നിട്ട് കഴുകിയിട്ട് ഇതാക്കാം. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ എന്തെല്ലോ പണിയുണ്ടായി. നമ്മളെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ റോളാക്കണം, കട്ട്ലേറ്റ് ആക്കണം, പിന്നെ ഇറാനി പോലെ ഉണ്ടാക്കണം. അപ്പം അതിന് മൂന്നിനുള്ള മസാല ഒന്നിച്ചിട്ട് ഉള്ളി ഇതാക്കിയിട്ട് വയറ്റാന്ന് വിചാരിച്ചു. അങ്ങനെ വയറ്റിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണി കിട്ടിയിട്ടുണ്ടായിന്. എന്താ പറയുക, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 തരം പുഡിങ് ആക്കാമെന്ന് വിചാരിച്ച്. അത് അനിയത്തി ആക്കുന്നുണ്ടായി. അങ്ങനെ പിന്നെ ഇപ്പം പിന്നെ പൊടി ഐറ്റംസ് കിട്ടുന്നുണ്ടല്ലോ, അത്ര നമ്മൾ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പം പിന്നെ അത് വാങ്ങിയിട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച്. പിന്നെ എളുപ്പപ്പണിയായല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പില്ല, കുറേ പണിയെടുക്കാൻ ഇപ്പോഴത്തെ പോലെ കഴിയുന്നില്ല. അങ്ങനെ ഇതെന്തിനറിയുമോ, അപ്പോൾ എത്തി വെച്ചിരുന്നത് കൊട്ട കെട്ടിയിട്ടുണ്ടായിന് കുറച്ച് നമ്മളിവിടെ തന്നെ ഉണ്ടായത്. അപ്പം അതിനെ ഞാൻ കൊണ്ടുപോവാ, ഫ്രിഡ്ജിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇടി തപ്പിനി അവിടെ കാണുന്നില്ല. അപ്പം ഏല് തുറന്ന് നോക്കുമ്പോൾ ചക്കനും കാലല്ലോ ചക്ക എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ചക്കഭ്രാന്ത് അല്ല, ഇത് കൊട്ട അവസാനം കിട്ടിപ്പോയി പച്ചോനെ. കൊട്ടയും തോര ഇട്ടിട്ടുള്ള ഒരു കറി നിങ്ങൾ വെക്കലുണ്ടാവും, നല്ല ടേസ്റ്റ് സംഭവം അത്. അങ്ങനെ പിന്നെ പുഡിങ്ങിലോട്ടുള്ള പണി സ്റ്റാർട്ടാക്കി. അനിയത്തി പുഡിങ് ആക്കുമ്പോൾ ഞാനിവിടെ ഉള്ളി വഴറ്റുന്നുണ്ട്. നമുക്ക് മസാലക്കെല്ലാം വേണം. ഇത് ഞാനില്ലേ മഞ്ഞച്ചപ്പലിൻ്റെ അപ്പത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ട് വെച്ചിനാവ. അപ്പോൾ അതിൻ്റെ അടുക്കുന്നത് ഞാൻ റോൾക്ക് ഷീട്ടും ആക്കി. എല്ലാ പണിയും ഒന്ന് കഴിഞ്ഞിട്ട് പോന്നു. എന്തോ ഭാഗ്യത്തിൽ കുഞ്ഞെല്ലാം അവിടെ കളിക്കുന്നതുകൊണ്ടില്ലേ എല്ലാക്കം കഴിഞ്ഞില്ല. കരിഞ്ഞെങ്കിൽ പിന്നെ എടുത്ത് നിൽക്കേണ്ടി വരും, ഒന്നും നടക്കല. പിന്നെ പുഡിങ്ങിനുള്ള പൊടി തന്നെ ആയിട്ട് വാങ്ങിനോണ്ടില്ല. പിന്നെ ഫ്രൂട്ടിൻ്റെ കുറച്ച് പണിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പാലെടുത്തിട്ട് അതിനെ മിക്സ് ആക്കിയിട്ട് ഇതാക്കിയാൽ മതി. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പലെല്ലാം കൊടുത്തിട്ട് കയറ്റി പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം നീളാക്കിയിട്ട് വെച്ച. അപ്പോൾ അതിനെ ഇലക്ക് പരത്തിയിട്ടിടാന്നല്ല വിചാരിച്ചിട്ട് എല്ലാം കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പണിയും കിട്ടുന്നുണ്ട്. എല്ലാ പണിയും ഇടയ്ക്കിടയ്ക്ക് അത് എടുക്കണം ഇതെടുക്കണം അതല്ലേ, നമുക്കെല്ലാം മിക്സായിട്ട് നമ്മൾ എടുക്കണം. നമ്മളെ വയറ്റുന്ന മസാലൻ്റെ പണിയുടെ ബാക്കിയുണ്ട്. അവർക്ക് അടുപ്പിലേക്കെല്ലാം വെക്കേണ്ടിയിരുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കോരി എടുത്തിട്ട് നമുക്ക് റോളുക്കും വേണം, കട്ട്ലേറ്റുക്കും വേണം. പിന്നെ കുറച്ച് ഇലനെ ഇരിക്കട്ട്. നമുക്ക് കട്ട്ലേറ്റ് ബീഫിൻ്റെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, റോള് ചിക്കൻ്റെ. അപ്പോൾ പിന്നെ ഇറാനി പോലെ അങ്ങനെ ചിക്കൻ്റെ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാനിതിനെല്ലാം എടുത്തിട്ടില്ല, നിരത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടല്ലോ ഇങ്ങനെ ആക്കുന്നുണ്ട്. പണ്ട് കുറച്ച് കറുത്ത കളറായിരുന്നു. അത് എന്തെന്നറിയോ, നമ്മൾ കത്തിപ്പോയിനാന്നല്ല വിചാരിച്ച് നോക്കുമ്പോൾ അല്ല, കറുത്ത വെള്ളത്തിൻ്റെ കളർ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കറുത്തതായത്. കറുത്ത് കാണുമ്പോൾ ഒരു രസമില്ല, മറ്റേ മഞ്ഞ കളർ ആകുമ്പോൾ കാണൊരു രസം. അങ്ങനെ നമ്മൾ സ്ട്രോബെറിൻ്റെയും പിന്നെ വാനിലാൻ്റെ 2 പുഡിങ്ങിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ സ്ട്രോബെറിൻ്റെ കാണാൻ എന്തോ ഒരു രസമുണ്ട്, നല്ല പിങ്ക് ആയിട്ട്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടം പിങ്ക് കളർ. ഒളിന്ത് തിന്നില്ല, അങ്ങനെ സ്ട്രോബെറിൻ്റെ പുഡിങ് തിന്നുന്ന കുറപ്പുണ്ടായി. അങ്ങനെ അതിനെല്ലാം ആക്കിയിട്ടില്ല, സെറ്റാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് കൂട്ടിയിട്ട് കുറച്ച് സമയം അവിടെ വെച്ച് ഫാനിൻ്റെ അടിയിൽ കുറച്ച് തണിയിട്ടെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലമാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മഞ്ഞച്ചപ്പലിൻ്റെ അപ്പത്തിൻ്റെ പണിയുടെ ബാക്കി തന്നെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇതാക്കിയിട്ട് അപ്പച്ചട്ടിയിൽ വേവാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഉമ്മ വന്നിട്ട് ജസ്റ്റ് കൂടിന് ഉമ്മക്ക് ഇന്ന് എന്ത് കഴിയുന്നില്ല ഇല്ലെങ്കിലില്ലേ മഞ്ഞച്ചപ്പലിൻ്റെ അപ്പം ഉമ്മന്നാക്കൽ.
അങ്ങനെയില്ലേ നമുക്ക് എൻ്റെ അനിയത്തില്ലേ റോളിൻ്റെ പണി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കൊട്ടയെല്ലാം പൊടിച്ചിട്ട് കുറച്ച് പുഡിങ്ങിൻ്റെ മുകളിൽ വിതറാനെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിനെല്ലാം കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് വിതറിയിട്ടെല്ലാം വന്നേ. ഇടയ്ക്ക് മോള് സ്കൂളിൽ നിന്ന് വരാനായിരുന്നു, മോൾക്ക് സ്കൂളുണ്ടായിന്. ഇല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പുഡിങ്ങിന് പിങ്ക് കളർ കണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലിട്ടിട്ട് വന്നിട്ട് തോണ്ടിക്കലുണ്ടെല്ലാം ഉണ്ടായിട്ട് കഴിഞ്ഞു. അതിൻ്റെ അടുക്കുന്ന പാവമ്മ ബീഫ് കറി ഉണ്ടല്ലോ, ബീഫിൻ്റെ കറിയെല്ലാം വെക്കുന്നുണ്ട്. അതിനിട്ട് ബീഫിന് ഫസ്റ്റ് മുളകിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിനെ ഫ്രൈ ആക്കൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സംഭവം. പിന്നെ നമ്മുടെ റോളിൻ്റെ കാര്യമെല്ലാം സെറ്റായിട്ടുണ്ട്. ബ്രെഡെല്ലാം ക്രംസ് എല്ലാം ആക്കിയിട്ട് നമുക്ക് അതിനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുക്കുന്ന കട്ട്ലേറ്റിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടയിൽ ഇറാനി പോളൊക്കെ വെച്ച മസാല, അപ്പോൾ ഇറാനി പോളാക്കിയിട്ട് അട വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അട വേവുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ പണി സെറ്റാക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ബീഫെല്ലാം നമ്മൾ പൊടിയാക്കിയിട്ടെല്ലാം വെച്ച് അങ്ങനെ നമുക്ക് ഇറാനിൻ്റെ പോള ഇതാക്കാനായിട്ട്. വേറെ ആരില്ല അപ്പോൾ വിരുന്നേറ് നമ്മൾ തന്നെ, എൻ്റെ അനിയത്തിൻ്റെ മാപ്പിള പരിക്കാറ്. അപ്പോൾ എല്ലാവരും ആകുമ്പോൾക്ക് നമ്മൾ ആയല്ലോ 10-20 ആൾക്കാരുണ്ടാവും എല്ലാവരും ആകുമ്പോൾ. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാവരും അധികം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഭവം എന്തെങ്കിലും മഞ്ഞച്ചപ്പല്ല അപ്പം മാത്രം അങ്ങനെ എപ്പോഴും അധികം ഉണ്ടാക്കാനില്ല. അല്ലാതെ നമുക്ക് ഈവനിങ് ടൈമിലുള്ള പുള്ളറല്ല സ്കൂളിലൊക്കെ പോയിട്ടില്ല വരുന്ന സമയത്തുള്ള നമ്മൾ റോളും കട്ട്ലേറ്റും പിന്നെന്താ ഇറാനി പോളെല്ലാം നോമ്പിനെല്ലാം അധികം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇറാനി പോളൊക്കെ ഭയങ്കര ഇഷ്ടം സംഭവം, എന്തോ ഒരു ടേസ്റ്റ് അല്ലത്, ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. അത് വലിയ കുറച്ച് ഹെൽത്തി ഒക്കെ അല്ല സംഭവം, കുറച്ച് മൈദ ഉണ്ട്. എന്നാലും പിന്നെ എനിക്ക് റോളും കട്ട്ലേറ്റും, എനിക്ക് കട്ട്ലേറ്റ് അത്ര വലിയ ഇഷ്ടമില്ല, റോളും പ്രശ്നമല്ല. എനിക്ക് റോൾ പിന്നെ ബ്രെഡിൽ മുക്കിയാനായിട്ട് ഇഷ്ടം, എനിക്ക് നോർമലായിട്ടുള്ള. അപ്പോൾ അതൊരു സമൂസ ഫീലിങ്സ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനില്ലേ എല്ലാം പൊരിക്കാമെന്ന് വിചാരിച്ച്. സമയം ഇപ്പോൾ ഏകദേശം 5:30 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ എല്ലാം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പൊരിക്കൽ സ്റ്റാർട്ട് ചെയ്ത്. പൊരിക്കൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കലും അതൊന്നും നടക്കുന്നുണ്ടാവാം. പിന്നെ നമ്മളില്ല പെണ്ണുങ്ങൾ എന്തായാലും പിന്നെ ആയിരിക്കും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ആയിരിക്കും അല്ല കഴിക്കുന്നത്. അപ്പം അങ്ങ് തണിഞ്ഞിട്ട് കൊട്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പൊരിക്കുന്ന സമയത്ത് ചൂടോടെ ഇടയ്ക്കിടയ്ക്ക് പൊരിക്കുന്ന ആൾക്കുള്ളൊരു ചാൻസാണത്, ഇടയ്ക്കിടയ്ക്ക് ചൂടോടെ എടുത്ത് കഴിക്കൽ. ഞങ്ങൾക്ക് ആ ഒരു സ്വഭാവമാണ്. എനിക്ക് പൊരിക്കാൻ ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടം. പിന്നെ എണ്ണക്കടിയോടെ എന്തെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമൊക്കെ കഴിച്ചെങ്കിൽ ആണുമില്ല. അങ്ങനെയില്ലേ നമുക്ക് പൊരിച്ചിട്ട് ഇതാക്കിയിട്ട് ഇറാനി പോലെ എല്ലാ ഐറ്റംസ് ആയിന്. ഇതില്ലേ കോളിഫ്ലവറിൻ്റെ മസാലയിൽ മിക്സ് ചെയ്തിട്ട് അട വെച്ചിട്ടുണ്ട്, അത് പൊരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ സോസിൽ മുക്കി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അല്ലേ. അതിൻ്റെ എടുക്കുന്നത് ഞാൻ കബാബ്, അതായത് മന്തിൻ്റെ പീസൊക്കെ വേറെ ആയിട്ട് അതിനെ ഫ്രീ ആക്കുന്നുണ്ട്. അതിനകത്ത് ഇട ഓരോല്ലാം വന്നിട്ടുണ്ട് അതിന്. അങ്ങനെ ഓർക്കെല്ലാം ജ്യൂസെല്ലാം റെഡി ആക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെ ഫ്രീ ആക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ അതൊരു രസമില്ല, ഇല്ലെങ്കിൽ അത് ഒരു വെറ്റായിട്ട് നിൽക്കും. അങ്ങനെ ചോറും റെഡിയായി, മന്തിൻ്റെ എന്തെങ്കിലുള്ള പരിപാടി എന്ന് വിചാരിച്ച് പറഞ്ഞെങ്കിൽ മിക്സിങ് പരിപാടി കേട്ടോ. അങ്ങനെ പൊരിക്കലും കാര്യങ്ങളെല്ലാം അവർക്കെല്ലാം പ്ലേറ്റിലെല്ലാം ഇട്ട് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ വന്നിട്ടുണ്ട്, ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഫസ്റ്റ് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച്, അത് കഴിഞ്ഞിട്ടായിട്ട് ചായയും എണ്ണക്കടിയും കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇല്ല എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കാമല്ലോ നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമാണ് യൂട്യൂബിൽ വന്നിട്ട് ഈ വീഡിയോസൊക്കെ ഇടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ 4-5 വർഷം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇട്ടാണ്ടായിന്, പിന്നെ അത് നിർത്തി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ എന്തോ ഒരാഗ്രഹം തുടങ്ങണം, കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പിന്നെ കുറേ ലോങ് ആയിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ വീഡിയോസ് എടുക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോസിൽ ഇങ്ങനെ ഓരോരോ വീഡിയോസ് കാണുമ്പോൾ എനിക്കങ്ങനെ ചെയ്യണം, വീഡിയോ എടുക്കണം, എനിക്കും ഷെയർ ചെയ്യണം എന്നുള്ള എന്നാലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിന്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെയാണ് എന്നുള്ള. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയത് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയവും കിട്ടാറില്ല. കുട്ടികളും അവരെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അവർക്കുള്ള പഠിപ്പും അതും ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നാളിങ്ങനെ ഡേയ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നിനൊരു സമയവും കിട്ടുന്നില്ല. പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയം നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. സമയം നമ്മൾ കണ്ടെത്തിയെങ്കിൽ നമുക്കൊരു സമയം കിട്ടും. പിന്നെ സമയം നമ്മളെ കണ്ടെത്തുമെന്ന് വിചാരിച്ചിട്ട് നിന്നെങ്കിൽ എന്തായാലും കിട്ടൂല. അല്ലെങ്കിൽ ഇങ്ങനെ ഡേയ്സിൽ എത്ര പെട്ടെന്നുണ്ടല്ലേ പോകുന്നത്, രാത്രിയാന്ന് രാവിലെയാന്ന് ഡേയ്സ് ഇങ്ങനെ കഴിഞ്ഞിട്ട് തീർന്ന്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യം നടന്നിനോ എന്ന് ചോദിച്ചെങ്കിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു ചിന്ത എല്ലാം വരുന്നുണ്ട് നമുക്ക്. പിന്നെ ലേഡീസിനെ അങ്ങനെ രാവിലെ എണീക്കുന്നത് രാത്രിയാന്ന്, അതിൻ്റെ ഇടയിൽ എപ്പോഴുള്ള പണിയെല്ലാം തീർക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം, പ്രത്യേകിച്ചിട്ട് ചെയ്യണം എന്നുള്ള വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം നമ്മൾ തന്നെ കണ്ടെത്തണം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എന്തായാലും ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് പോകുന്നത് നോക്കിയിട്ട് നെക്സ്റ്റ് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും നെക്സ്റ്റ് വീഡിയോ വരാം. അങ്ങനെ നമ്മുടെ മന്തി പിന്നെ എന്തല്ലോ പിന്നെ സൈക്കോളജിസ്റ്റും പിന്നെന്താ ഫിലോസഫി ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് നമ്മളെ വീഡിയോയിലിട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ മന്തിൻ്റെ കാര്യമില്ല റെഡി ആയിട്ട് ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഞാനില്ലേ പുകയിടലില്ല, അതിവിടെ ഇട്ടെങ്കിലും ഉപ്പൊക്കെ നമുക്ക് അങ്ങനെ ഫസ്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ പുകയിടാണ്ടാണ് ഉണ്ടാക്കൽ. പിന്നെ പച്ചമുളകും കുത്തി വെക്കൽ, അത് ഇടയ്ക്ക് കുത്തി വെക്കില്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ഹോൾസ് ആക്കി വെക്കും. അങ്ങനെ പിന്നെ അവർ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എണ്ണക്കടിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നില്ലേ ഒരു കാര്യം മറന്നിട്ടുണ്ട്, അതിന് നെയ്പ്പത്തിലുണ്ടല്ലോ നല്ല ഉമ്മാക്കുന്ന സംഭവം ഇന്നിപ്പോൾ ഉമ്മാക്ക് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ അത് അരക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആക്കിയിട്ടെല്ലാം വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചായ കുടിക്കുന്ന സംഭവം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പത്തിരിയും നെയ്പ്പത്തിരിയും ചുടാൻ വേണ്ടി ബാക്കിയുണ്ട്. അപ്പോൾ അത് രണ്ടും ഇന്ന് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രിക്കുള്ള ഫുഡല്ലേ, അങ്ങനെ പത്തിരി ഞാൻ ചുട്ടു, നെയ്പ്പത്തിരി അനിയത്തി ചുട്ടു കേട്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതും ഫ്രൈ ചെയ്യാണ്ട് അതും ഫ്രൈ ചെയ്തു. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാമെന്നാണ് വിചാരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റുള്ള പണിക്ക് വൈകുന്നേരത്തെ ചായയും രാത്രിയത്തെ ഫുഡും ജ്യൂസും അതൊക്കെ നമുക്ക് കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിരി ലേറ്റ് ആണില്ലേ, നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ചൂടോടെ ഒരു കഴിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല. അതൊന്നും ഉപ്പൊക്കെ ഇഷ്ടമല്ല. ചൂടോടെ ഇല്ലെങ്കിൽ ചൂടോടില്ലെങ്കിൽ എല്ലാം തണിഞ്ഞിട്ട് പോയാൽ നമുക്ക് അങ്ങനെ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ചൂടോടെ ഇങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ ഒരു രസം. പിന്നെ നമ്മൾ പാക്കറ്റ് പിന്നെ എന്താ ചപ്പാത്തി അനിയത്തി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഹോം മെയ്ഡായിട്ടുള്ള കേട്ടോ. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അൽഫാമും പൊറോട്ടയും. അപ്പം അത് അനിയന് വരുമ്പോൾ കൊണ്ടുവരും, അപ്പോൾ അതും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു, മന്തിയും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ, ബൈ.